വർക്കലയിൽ ബ്ലേഡ് മാഫിയയുടെ ഭീഷണിയെ തുടർന്ന് വരൻ കല്യാണത്തിൽ നിന്ന് പിന്മാറി. വർക്കല കല്ലമ്പലത്താണ് സംഭവം. വധുവിൻ്റെ അമ്മ എടുത്ത വായ്പയുടെ പേരിൽ വരൻ്റെ വീട്ടിലെത്തി ഗുണ്ടാസംഘം ഭീഷണി മുഴക്കുകയായിരുന്നു. മനംനൊന്ത് ജീവനൊടുക്കാൻ ശ്രമിച്ച വധു ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഭവത്തിൽ 8 പേർക്കെതിരെ കേസെടുത്തു. ആ സുനിയാണ് മെയിൻ. ഈ നിഷയും ബാക്കി എല്ലാവരെയും പൊക്കിക്കൊണ്ടുപോയതും ഈ ഗുണ്ടകളെയും കൊണ്ടുപോയി ഒരു കാലും കൈ വെട്ടുമെന്ന് പറഞ്ഞാൽ ഇവരാണ് എല്ലാവരെയും കൊണ്ടുപോയത്. എന്നിട്ട് അവർ പറഞ്ഞ് നമുക്ക് കേസെടുക്കാം, ഒരു കുഴപ്പമില്ലെന്ന്. വൈകിട്ട് കൊച്ചിന് നമ്മൾ അവിടെ നിന്ന് ഡിസ്ചാർജ് വാങ്ങിച്ച് നമ്മൾ ഇവിടെ വന്നപ്പോഴത്തേക്ക് നമ്മൾ ഇതൊക്കെ കാണിച്ചപ്പോൾ ഇവിടെ CA പറയാണ്, ഇതെന്തോ തെളിവ്, അവരൊക്കെതിരെ ഒരു തെളിവും ഇല്ലല്ലോ, നിങ്ങൾ അവിടെ പോയതിനെന്തോ തെളിവെന്ന്. അപ്പോൾ ഈ പയ്യൻ കൊച്ചിന് അവിടെ ചെന്ന് ഇവർ സംസാരിച്ചതും ഈ ഇവിടുന്ന് പോയ വ്യക്തി ഒരു ആൻ്റോടെ നമ്മൾ ഇത്രയും പേര് പോയി കല്യാണം അവളെ മോളെ കല്യാണം മുടക്കിയിട്ടെന്ന് പറഞ്ഞതും വീഡിയോ ക്ലിപ്പ് നമുക്ക് ആ പയ്യ അയച്ചു തന്നായിരുന്നു. അപ്പോഴേ മോളത് സേവ് ചെയ്ത് അത് കാണിച്ചു കൊടുത്തപ്പോൾ CAക്കൊന്നും ഒരനക്കവും ഇല്ല. പിന്നെ ഒരനക്കവും നമ്മൾ കുറേ സമയം കഴിഞ്ഞ് പിന്നെ നമ്മൾ DSP വിളിച്ചപ്പോഴാണ് ഇപ്പോൾ അതും അവിടെ ഇരുന്ന് FIR എഴുതുന്നതേ ഉള്ളൂ. ഇന്ന് 3 ദിവസമായി. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി SP ശ്രീനന്ദ ചേരുന്നു. ശ്രീനന്ദ, ഈ ബ്ലേഡുകാർ ഈ പലിശക്ക് പണം കൊടുക്കുന്ന, വലിയ പലിശ വാങ്ങുന്ന ബ്ലേഡുകാർക്കെതിരെ ഓപ്പറേഷൻ കുബേരയൊക്കെ നടത്തിയിരുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായ സമയത്താണ്. പക്ഷേ ബ്ലേഡുകാരെ ഇല്ലാതാക്കാൻ ഒരു ഭരണകൂടത്തിനും സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ബ്ലേഡുകാർ പ്രാദേശിക ഭരണകൂടത്തിലും അതുപോലെ സർക്കാരിലുമൊക്കെ വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട്. മാത്രമല്ല രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ ഇവരുമായി നല്ല ബന്ധത്തിലാണ്. ഇപ്പോൾ വർക്കലയിൽ ബ്ലേഡ് മാഫിയയുടെ ഭീഷണിയെ തുടർന്ന് വരന കല്യാണത്തിൽ നിന്ന് പിന്മാറേണ്ടി വന്നു. മാത്രമല്ല വധുവിൻ്റെ അമ്മ എടുത്ത വായ്പ, അതാണ് പ്രശ്നമുണ്ടാക്കിയത്. അതിൻ്റെ പേരിലാണ് വരൻ്റെ വീട്ടിലെത്തി ഗുണ്ടാസംഘം ഭീഷണി മുഴക്കിയത്. മാത്രമല്ല വധു ജീവനൊടുക്കാൻ ശ്രമിച്ച് ആശുപത്രിയിൽ ചികിത്സയിലും ആണ്. എന്നിട്ടും പോലീസ് ഇവർക്കെതിരെ കേസെടുക്കുന്നില്ല എന്നാണ് പരാതി. എന്താണ് വിശദാംശങ്ങൾ ശ്രീനന്ദ? പറഞ്ഞതുപോലെ തന്നെയാണ് ബ്ലേഡ് മാഫിയ സംഘങ്ങളുടെ ഒരു അഴിഞ്ഞാട്ടമാണ് ഇപ്പോൾ സംസ്ഥാനത്തുടനീളമുള്ള എല്ലായിടത്തും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിപ്പോൾ തിരുവനന്തപുരം വർക്കലയിലാണ് ഇത്തരത്തിലൊരു സംഭവം. കല്ലമ്പലം സ്വദേശിയായ പെൺകുട്ടിയാണ്. ജനുവരി 1 ഇവരുടെ കല്യാണം നിശ്ചയിച്ചിരുന്നത്. കൊല്ലം സ്വദേശിയായ യുവാവുമൊത്താണ് ഇവരുടെ കല്യാണം തീരുമാനിച്ചിരുന്നത്. ഈ പെൺകുട്ടിയുടെ അമ്മ കുറച്ചു നാളുകൾക്ക് മുൻപ് ഒരു ബ്ലേഡ് പലിശയ്ക്ക് കുറച്ച് പണം കടം വാങ്ങിയിരുന്നു. ആ പണം തിരികെ നൽകി. പക്ഷേ പലിശ തിരികെ നൽകാൻ കുറച്ചുകൂടി സാവകാശം വേണമെന്ന് ആവശ്യപ്പെടുകയുണ്ടായി. അതിന്റെ ഒരു ദേഷ്യം, അല്ലെങ്കിൽ ആ പണം ലഭിച്ചതിന് ശേഷം മാത്രം കല്യാണം നടത്താൻ സമ്മതിക്കൂ എന്നുള്ളൊരു നിലപാടിലേക്ക് ഈ ബ്ലേഡ് മാഫിയ സംഘം എത്തുകയും ഈ കൊല്ലത്തുള്ള ഈ ഒരു യുവാവിന്റെ വീട്ടിലേക്ക് ഇവർ 8 പേരാണ് ഇവർ എത്തിയത്. ഇവർ യുവാവിന്റെ വീട്ടിൽ പോയി യുവാവിനെ ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. കൊല്ലുമെന്നും ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറിയില്ല എന്നുണ്ടെങ്കിൽ യുവാവിനെ കൊല്ലുമെന്നുള്ള ഒരു ഭീഷണിയാണ് ഈ 8 പേർ മുഴക്കിയത്. ഇത് പേടിച്ച് യുവാവിന്റെ വീട്ടുകാരാണ് പെൺകുട്ടിയുടെ വീട്ടിൽ ഈ കാര്യങ്ങൾ ധരിപ്പിക്കുകയും ഇവർ വീട്ടിൽ വന്ന് ഭീഷണിപ്പെടുത്തുന്ന ഒരു വീഡിയോ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ ഒരു വീഡിയോ ഈ ഒരു പെൺകുട്ടിക്ക് ഈ വരനാണ് ഈ ഒരു വീഡിയോ അയച്ചു കൊടുക്കുന്നത്. ഈ ശേഷം താൻ ഈ ഒരു കല്യാണത്തിൽ നിന്ന് പിന്മാറുന്നു എന്ന് പറഞ്ഞ ആ വീട്ടുകാർ പറയുന്നതിൽ മനം തൊന്നാണ് ഈ പെൺകുട്ടി ആത്മഹത്യക്ക് ശ്രമിച്ചത്. അമിത അളവില് ഗുളിക കഴിച്ചിട്ടാണ് ആത്മഹത്യാ ശ്രമം ഉണ്ടായത്. തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്നു പെൺകുട്ടി സൂയിസൈഡിന് ശ്രമിച്ചത് 3 ദിവസം മുൻപായിരുന്നു. പക്ഷേ 2 ദിവസമായിട്ടും പോലീസ് കേസെടുക്കാൻ തയ്യാറായിരുന്നില്ല. ശേഷം ഇന്നലെ രാത്രിയോട് കൂടിയാണ് ഈ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തതും പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയതും. പെൺകുട്ടി ഇപ്പോൾ സുഖം പ്രാപിച്ചു വരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. എന്തായാലും ബ്ലേഡ് മാഫിയ സംഘം കണ്ടാലറിയാവുന്ന 8 പേർക്കെതിരെ പോലീസ് ഇപ്പോൾ FIR എടുത്തിട്ടുണ്ട്.